കുഞ്ഞു ഡോക്ടറുണ്ട് അവിടെ, ഹൗസ് സർജനായിരുന്നു. അവർ നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ്, റിയ എന്നാണ് പേര്. ആ കുഞ്ഞു ഡോക്ടർ എല്ലാ ദിവസവും വാർഡിൽ കാലത്ത് വരും റിപ്പോർട്ടൊക്കെ എഴുതാൻ. അപ്പോൾ എന്നെ ഡിസ്ചാർജ് ആവണേങ്ങാട്ട് 2 ദിവസം മുമ്പ് എൻ്റെ കട്ടിലിനരിയത്ത് വന്നിട്ട് ആ കുഞ്ഞുമോൾ പറഞ്ഞു. അപ്പം ഞാൻ വരുമ്പം എല്ലാവരോടും സൗഹാർദ്ദമായിട്ട് പെരുമാറുന്ന ഒരാളാണ്. എൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കിടപ്പിൽ കിടന്നിട്ട് ഞാൻ പറഞ്ഞു ആ ഡോക്ടറോട്, ഡോക്ടറെ, അങ്ങയുടെ മുഖത്ത് കാണുന്ന ഈ പ്രസാദം, ഈ പുഞ്ചിരി ഉണ്ടല്ലോ, അത് എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഇവിടെ കിടക്കുന്ന അനേകർക്കും അത് ഒരു സൗഖ്യദായകമാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ ആ കുഞ്ഞു ഡോക്ടർ പറഞ്ഞൊരു വാക്യം നമ്മുടെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ്. അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത് ആ കുഞ്ഞു ഡോക്ടർ. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അരിയത്ത് വന്ന് നിന്ന് തലകുനിച്ച് നിന്ന ആ മകളെ ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ എത്രയോ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി ആ കുഞ്ഞു ഡോക്ടർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് അമ്മയ്ക്കും പുത്രനും അതിയായ കോടി കോടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എന്നെ അതികഠിനമായ ഓർമ്മയില്ലാത്ത ഒരവസരത്തിലാണ് 4ാമത്തെ അറ്റാക്ക് വന്നിട്ടാണ് ഈ വെൻറ്റിലേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. വെൻറ്റിലേറ്ററിൽ കൊണ്ടുപോയതിന് ശേഷം അങ്ങോട്ട് കടക്കുമ്പോഴാണ് മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അത് നമ്മുടെ അബോധാവസ്ഥയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. സ്വല്പം കഴിഞ്ഞാണ് നമ്മളെ മരണമൊക്കെ സ്ഥിരീകരിച്ച് ഡോക്ടർമാരിത് പറഞ്ഞത്. ആൾ മരിച്ചുപോയി, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് നീങ്ങി നിൽക്കുക ചെയ്തത്. അപ്പം അവിടെ വെൻറ്റിലേറ്ററിലുണ്ടായിരുന്ന ഡോക്ടർമാർ. അതിനുശേഷം ഞാൻ എൻ്റെ അബോധാവസ്ഥയിൽ എനിക്ക് മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമ്മുടെ അമ്മ, ഈ ഗ്രേ കളറിലുള്ള വസ്ത്രം അണിഞ്ഞ അമ്മ, ഞാൻ ആരോ എന്നെ പുറകിൽ നിന്ന് ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടതായിട്ടാണ് ഞാൻ ആ ദർശനത്തിൽ കണ്ടത്. അപ്പോൾ അമ്മ ആ കുഴിയിലേക്ക് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് എന്നെ ഈ വലത് കൈ ഇവിടെ കപ്പലയുടെ താഴെ കണ്ട് പിടിച്ച് പൊക്കിയെടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ഞാൻ കൂടെ നിന്നവരോട് ഞാൻ പറയുമായിരുന്നു, അത് എന്നെ ആരോ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു, പരിശുദ്ധ അമ്മ വന്നിട്ട് എന്നെ കൈപ്പിടിച്ച് ഉയർത്തി, എൻ്റെ മേലൊക്കെ ചെളിയാണ്, അത് നിന്ന് തുടയ്ക്കുകയെന്ന്. ഇത്രയും മാത്രം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയൊക്കെ ഇവരും ഡോക്ടർമാരൊക്കെ കൺസൾട്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയണു. എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അമ്മ എന്നെ സ്പർശിച്ചതിൻ്റെ ആ ശരിയായിട്ടുള്ള ദൃശ്യം അത് ഞാനിപ്പോൾ അച്ഛനെ കാണിച്ചു. ഞാൻ ഈ വിഷയം സാക്ഷീകരിച്ച് എല്ലാവരോടും ഇത് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നത്, അമ്മ ഇവിടെ, അമ്മയുടെ സാന്നിധ്യം എവിടെയുമുണ്ട്, ലോകത്തെവിടെയുമുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെൻറ്റിലേറ്ററിലായിരുന്നാലും അവിടെയും വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്ത ഒരു വാക്ക്, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ സേവനം ചെയ്യുമ്പോൾ 19 വന്നപ്പം ആദ്യമായിട്ട് ഒരു കിറ്റ് പത്രമാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയത്. അപ്പോൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അടുത്ത മാസം തൊട്ട് കൊറോണ വരെ ഞാൻ ഇവിടെ വന്ന്, ഞാൻ ധനികനല്ല, സാധാരണ ചെറിയ ഒരാളാണ്, 2 കിറ്റ് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുന്ന വിതരണം ചെയ്തു.